കറക്റ്റായിട്ടുള്ളൊരു ഒബ്സർവേഷനാണ്. അതായത് മറ്റ് രാജ്യങ്ങൾ, ഞാൻ പല രാജ്യങ്ങളിലും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരേ സമയം തന്നെ ഇന്ത്യയിലും പുറത്തും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ കൺസെൻ്റ് എടുക്കുന്നത്, അത് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള കൺസെൻ്റ് എടുക്കുന്നത് പേഷ്യൻറ്റിൽ നിന്നാണ്. പേഷ്യൻ്റാണ് ഞാൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ട് ഒപ്പിടാനോ അല്ലെങ്കിൽ തമ്പും പ്രശ്നം പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കുമ്പോഴാണ് ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പേഷ്യൻ്റാണ് അവരുടെ ഹെൽത്തിൻ്റെ കസ്റ്റോഡിയൻ. അതേസമയം എന്നിട്ട് തന്നെയല്ല, നമ്മൾ പേഷ്യൻ്റെ അടുത്ത് മുഴുവൻ കാര്യങ്ങളും മരണസാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്നാണ്. മനസ്സിലായില്ലേ? അതേസമയം ഇന്ത്യയിൽ സോഷ്യൽ ഫാക്ടേഴ്സ് കൂടുതൽ കടന്നു വരുന്നതുകൊണ്ടാകാം അതൊരു സോഷ്യൽ സ്റ്റിഗ്മയുടെ പാർട്ടാണ്. അതായത് ക്യാൻസർ ഉള്ള ആൾ, പിന്നെ പണ്ട് വസൂരിയെ പറ്റി ഉണ്ടായിരുന്നത് പോലെ ആ ഭാഗത്തോട്ടിനി ഇല്ല, പുള്ളി മരിച്ചു പോകുക എന്നുള്ളൊരു ധാരണ പൊതുവെ ഉണ്ട്, സത്യമല്ലെങ്കിലും. അപ്പോൾ ആ ധാരണ നിലനിൽക്കുന്നതുകൊണ്ടാവണം ബൈസ്റ്റാൻഡേഴ്സിനെ രോഗിയോട് പറയരുത് എന്ന് നമുക്ക് നേരത്തെ തന്നെ ഒരു വാണിംഗ് തരും. ഇവർ തന്നെ ആദ്യം നേരത്തെ പേഷ്യൻറ്റിനെ കാണിക്കുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത കടലാസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളടുത്ത് വന്നിട്ട് അമ്മ അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അച്ഛൻ അറിഞ്ഞിട്ടില്ല, അച്ഛൻ്റെ അടുത്ത് പറയരുത് എന്ന് നമ്മളെ മുൻകൂട്ടി തന്നെ വാണിംഗ് തന്നിട്ട്, നമ്മൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നിടത്തോളം കാലം നമ്മൾ പറയാൻ നമ്മളൊന്ന് മടിക്കും. നമ്മളെ കയ്യിൽ നിന്ന് നേരിട്ട് പേഷ്യൻറ്റിനെ കേട്ട് കഴിഞ്ഞാൽ അവർ ഇമോഷണലി അപ്സെറ്റായി പോകും എന്നുള്ള ധാരണ ബൈസ്റ്റാൻഡേഴ്സിനുള്ളതുകൊണ്ട് ഇവിടെ ഇന്ത്യയിലെ ചികിത്സാ സമ്പ്രദായം കൂടുതലും ബൈസ്റ്റാൻഡർ ഡിപ്പെൻഡൻറ്റ്, അതായത് ചികിത്സിക്കണോ വേണ്ടതെന്ന് രോഗിയല്ല തീരുമാനിക്കുന്ന, രോഗിയുടെ കൂട്ടിരിപ്പുകാരാണ് തീരുമാനിക്കുന്നുള്ളൊരവസ്ഥ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊട്ടാകെ തന്നെയുമുണ്ട്. പക്ഷേ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഇപ്പം ഞാനൊരു ദിവസം ഏകദേശം 100-110 പേഷ്യൻറ്റിനെ കാണും. നമുക്ക് പേഷ്യനോട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടൈം വളരെ ലിമിറ്റഡ് ആണ്. വിദേശത്ത് അങ്ങനെ ഒരു ബാഹുല്യമൊന്നുമില്ല. മറ്റ് രാജ്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും അങ്ങനെ ഒരു ബാഹുല്യം, നമ്മൾ മാക്സിമം ഒരു ദിവസം ഒരു 20 പേഷ്യൻ്റ് ആയിരിക്കും. നമുക്ക് അവരെ കൗൺസിൽ ചെയ്യാനുള്ളൊരവസരം നമുക്ക് കിട്ടും. അത് കൂടാതെ തന്നെ അവിടെ തന്നെ ഇൻ ഹൗസ് കൗൺസിലേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർ ഈ പേഷ്യൻ്റ് വരുമ്പരായികൾ നേരിട്ട് സംസാരിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും നമ്മളെടുത്ത് തന്ന സംശയ നിവാരണം നടത്തി അങ്ങനെയാണ് അവിടെ ചെയ്തു വരുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അവിടെ ഒരു ഫിലിപ്പീൻ ലേഡി, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഫിലിപ്പീൻ ലേഡിക്ക് ഒരു അർബുദം നീക്കം ചെയ്യുന്നതിന് അവരുടെ കൂടെ ബൈസ്റ്റാൻഡേഴ്സ് ഇല്ല. ഇപ്പം ഞാൻ ഒരേ സമയം ഞാൻ ദുബായിൽ ഇവിടെയും വർക്ക് ചെയ്യുന്ന സമയത്താണത്. ബൈസ്റ്റാൻഡേഴ്സ് ഇല്ല. അവർ വേറെ രാജ്യത്തുനിന്ന് അവിടെ വന്നും ജോലി ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ശീലമില്ല. കാരണം ബൈസ്റ്റാൻഡേഴ്സിൻ്റെ അടുത്തെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് മേജർ ഓപ്പറേഷനാണ്, അന്നനാളെ നീക്കം ചെയ്യുന്ന ഓപ്പറേഷനാണ്. അപ്പോൾ ഈ പേഷ്യൻ്റെ അടുത്ത് സകല കാര്യങ്ങൾ നമ്മൾ കീബോർഡ് സർജറി വഴിയാണ് ചെയ്യുന്നത്. നെഞ്ചിനകത്തുനിന്ന് അന്നനാളം നീക്കം ചെയ്തിട്ട് ആമാശയത്തിൻ്റെ ഒരു കുഴലുണ്ടാക്കി നെഞ്ചിലൂടെ കഴുത്തി കൊണ്ടുവന്നിട്ട് വളരെ മേജർ ശസ്ത്രക്രിയ. ബൈസ്റ്റാൻഡേഴ്സ് ഇല്ലാതെ അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കേരളത്തിൽ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ഹോസ്പിറ്റൽ അതോറിറ്റീസിനെ അത് അറിയിച്ചു, ഇത് ബൈസ്റ്റാൻഡേഴ്സ് ഇല്ല, പേഷ്യൻ്റ് അഡ്മിഷൻ വരുന്നുണ്ട്. അപ്പം ഹോസ്പിറ്റലിന് ആ ഒരു അതിശയമാണ് ഞാനങ്ങനെ ചോദിച്ചത്. മീൻസ് അവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. അവിടുത്തെ ഈ ബൈസ്റ്റാൻഡർ എന്ന് പറയപ്പെടുന്ന ആൾ എംപ്ലോയറാണ്. പുള്ളി എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരാളായിരിക്കും. എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ ആ എംപ്ലോയർക്കാണ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഞാൻ അവസാനം പേഷ്യൻ്റെ കൺസെൻറ്റോടുകൂടി കേസ് ചെയ്യേണ്ടി വന്നു. ഇതൊക്കെ എൻ്റെ വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ സിസ്റ്റം അല്ല മറ്റുള്ള രാജ്യങ്ങളിലുള്ള സിസ്റ്റം എന്ന് പറയുന്നത്.